അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാനും ഇന്ന് ട്രൈ ചെയ്യാണ്. സക്സസ് ആവുമോ എന്നൊന്നും അറിയില്ല. സക്സസ് ആവുകയാണെങ്കിലും മാത്രമേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. ആദ്യം നമുക്ക് കുറച്ച് പിരിയൻ മുളക് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഞാനൊരു 5-6 പിരിയൻ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിരിയൻ മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാ കായമുളക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പിരിയൻ മുളകാണെങ്കിൽ കുറച്ചുകൂടെ ഒരു നിറമൊക്കെ കിട്ടും. അതുപോലെ തന്നെ അത്ര എരിവുണ്ടാവില്ല. അപ്പോൾ വറ്റൽ മുളകാണെങ്കിൽ എരിവിൻ്റെ അളവ് കുറക്കുക. അപ്പോൾ ഞാനിത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഒരു നേരം ഞങ്ങൾ 2 പേർക്ക് കഴിക്കാനുള്ള ഒരു പാകത്തിനാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് സോഫ്റ്റായി കിട്ടണം നമ്മുടെ ഈ മുളക്. അതിനാണ് വെള്ളത്തിലിട്ടിങ്ങനെ ചൂടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ആക്ച്വലി തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാമെന്നായിരുന്നു. പക്ഷേ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കി പയ്യോളി സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. മുംബൈ മല്ലൂസ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആയിരുന്നു. അതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. തേങ്ങയൊക്കെ ഫ്രൈ ചെയ്തിട്ടിട്ട്. അപ്പോൾ ഞാൻ കരുതി ആ മസാല എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ഞാൻ കരുതി കംപ്ലീറ്റ് ആ ഒരു സ്റ്റൈലിലേക്ക് അല്ലെങ്കിലും ആ ഒരു മസാല തയ്യാറാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കാമെന്ന്. ഓഫ് ചെയ്തു. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇനി നമ്മൾ മസാല കൂട്ട് തയ്യാറാക്കാൻ ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പെരുംജീരകമാണ്. അതുകൂടെ ആഡ് ചെയ്യണം. അപ്പം നമ്മളിത് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ ഒന്ന് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ള മുളക് കൂടെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ചെണ്ട് പറിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഈ മുളക് തിളപ്പിച്ച് ആ വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നല്ല രീതിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ അരിഞ്ഞ് വന്നിട്ട് നല്ല കളറുണ്ട് പിരിയൻ മുളകായത് കാരണം തന്നെ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ മസാല. കാരണം ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ മസാല കംപ്ലീറ്റ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, കുറച്ച് നമ്മുടെ മുളക് പൊടി കൂടെ, നല്ല മുളക് പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ പിന്നെ ഞാനിത് അരക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് കാണിക്കാൻ വിട്ടുപോയൊരു കാര്യം കറിവേപ്പിലയാണ്. ഞാനത് അരച്ച് തുടങ്ങിയപ്പോഴാണ് അത് മിസ്സായ കാര്യം ഓർത്തത്. അപ്പോൾ ഞാൻ അതുകൂടെ ഇട്ടിട്ടാണ് ഇത് അരച്ചെടുത്തത്. ഇനി നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ വേണം. ഞാൻ വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് അതിൻ്റെ അളവൊക്കെ കൂട്ടുക. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്യണം. ഇതിൽ നിന്ന് ഞാൻ 2 സ്പൂൺ 1.5 സ്പൂണോളം ഞാൻ മസാല മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പയ്യോളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മസാല മാറ്റി വെക്കും. പക്ഷെ അത് തേങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറാണ്. പക്ഷേ ഇവിടെ ഞാൻ തേങ്ങയൊന്നും ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ മാത്രമേ ഈ മസാല ചേർത്ത് ഫ്രൈ ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ ബിരിയാണി മസാല തയ്യാറാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഈ ചിക്കൻ ഇടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എരിവും പുളിയും ഉപ്പും ഒക്കെ പാകാണോന്ന് നോക്കണം. ഇനി നമുക്കിത് ഈ ചിക്കനിലേക്ക് നല്ല രീതിയിൽ പെരക്കി വെക്കാം. നമ്മളെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പം ഒരു ബ്രൗൺ കളറിൽ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി ഒരു ബ്രൗൺ കളറിലുള്ള ഒരു മസാലയാണ് ബിരിയാണിക്ക് ഉണ്ടാകാറ്. നമ്മളെ തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പം ഒരു റെഡിഷ് മസാല ആയിരിക്കും എന്നാണ് ഒരു വിശ്വാസം. നമുക്ക് നോക്കാം എന്തായി തീരുന്നുള്ളത്. അപ്പം ഞാൻ ചിക്കനിൽ നല്ല രീതിയിൽ മസാലയൊക്കെ മിക്സ് ചെയ്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പം ഞാൻ എത്ര മണിക്കൂർ വെച്ചെന്ന് ഞാനതിന് ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി മസാല തയ്യാറാക്കാൻ വേണ്ട കുറച്ച് പരിപാടി ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല അതിലും ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളക് സാധാരണ നമ്മൾ തലശ്ശേരി ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് മാത്രമേ ഇടൂ, മുളക് പൊടിയൊന്നും ആഡ് ചെയ്യില്ല. അപ്പോൾ 10-12 പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുക. അതിനനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ തയ്യാറാക്കിയ മസാല കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ ചേർക്കാമെന്ന് കരുതാണ്. അതുകൊണ്ട് ഇപ്പം 3 പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ മസാലയ്ക്ക് ഇത്രയും മതിയാവും. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ബിരിയാണിയുടെ ആദ്യ സ്റ്റെപ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ റൈസ് വെക്കാം. ബിരിയാണി വെക്കാറ് കുക്കറിലാണ്, ബിരിയാണി റൈസ് വെക്കാറ് കുക്കറിലാണ്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കംപ്ലീറ്റ് നെയ്യിലല്ല ചെയ്യാറ്, കുറച്ച് വെളിച്ചെണ്ണ കൂടെ മിക്സ് ചെയ്യും. അപ്പം നെയ്യൊന്ന് ചൂടായ സമയത്ത് 2 കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, 3 ഏലക്ക, പിന്നെ ബേ ലീവ്സ്. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരി കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ജീര റൈസ്, ജീരകശാല, ജീരക സാമ്പാർ റൈസ് എന്നൊക്കെ പറയുന്ന റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ കഴുകി ഊറ്റി വെച്ചതായിരുന്നു. ഇത് നമുക്ക് ആ നെയ്യിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഉപ്പ് ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ആഡ് ചെയ്യണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെക്കാം. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, അതാണ് കണക്ക്. റൈസ് ഇവിടുന്ന് ആകട്ടെ. റൈസ് അവിടുന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ മസാലക്ക് ആവശ്യമുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നൈസായിട്ട് ഒരു ചെറിയ സവാളയാണ് എടുത്തത്. അത് നമുക്ക് റൈസിലേക്ക് ഫ്രൈ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ 2 വലിയ സവാളയും 1 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് മസാല തയ്യാറാക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ റൈസ് കൂടെ ആയതിനു ശേഷം നമുക്ക് ചിക്കൻ എടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഈ ഉള്ളിയും കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ കുക്കറിലെ ആവിയൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. റൈസ് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉപ്പൊക്കെ കണക്കാണ്. നമുക്കിത് അടച്ച് വെച്ച് മാറ്റി വെക്കാം. 1.5 മണിക്കൂറോളായി ഞാനിത് പുരട്ടി വെച്ചിട്ട്. അപ്പം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല മസാലയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സവാളയും റൈസിലേക്ക് വേണ്ട സവാളയും കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി നമുക്കിതേ പാനിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടി ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് അരച്ച് ചേർത്ത് കാരണം നല്ല കളറുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മുരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആയ ഭാഗം മറിച്ചിട്ട് കൊടുത്ത് നല്ല രീതിയിൽ മുരിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ. അത് മാറ്റി വെച്ച് ആ അടുപ്പിലേക്ക് ഞാൻ മസാല ഉണ്ടാക്കാനുള്ള പാത്രം വെക്കുകയാണ്. ഈ പാത്രത്തിൽ തന്നെയാണ് മസാല ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ദമ്മിടുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാള നല്ല രീതിയിൽ വഴണ്ടി വരണം, എങ്കിലേ നമ്മുടെ മസാല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി ചെറുതായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇത്ര പോരാ. പക്ഷെ നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം അതുകൂടെ ഒന്ന് മൂത്ത് വരണമല്ലോ. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടേ ഉള്ളൂ. തക്കാളിയൊക്കെ ഉടയണം, ഉടഞ്ഞില്ല. അപ്പോൾ ഞാൻ ഈ സമയത്താണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറിലും ചിക്കൻ ഫ്രൈയിലും നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലയിലും ഒക്കെ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ സവാളയിലേക്കും തക്കാളിയിലേക്കും മാത്രം വേണ്ട ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇനിയാണ് നമ്മളെ പരീക്ഷണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മാറ്റി വെച്ച ആ മസാല കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറുനാരങ്ങ നമ്മൾ അതിൽ ചേർത്തതാണ് ഓൾറെഡി. അതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിന ഇലയും പിന്നെ കുറച്ച് മല്ലിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർക്കാം. കണ്ടോ, ഇപ്പം മസാല പാകമാണ്, ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ കാരണം ഞാൻ തന്നെ ഇതിന് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കരുതും ഞാൻ വെറുതെ പറയുകയാണെന്ന്. അപ്പോൾ നമുക്കിത് ഏട്ടനെ കൊണ്ട് അഭിപ്രായം പറയിച്ച് നോക്കാം. ഈ ചിക്കനിലൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിനി തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് ദമ്മിടാനാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ റൈസൊക്കെ വെക്കണം. അതിന് ശേഷം നമുക്ക് അടിയിലൊരു പാന് വെച്ച് അതിന് മുകളിൽ ഈ പാത്രം വെക്കാം. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ കത്തിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിച്ചു പോവും. ഇനി നമുക്ക് റൈസ് ഇടാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ റൈസ് ഇടാം. ആദ്യം ഒരു ലെയർ റൈസ് ഇട്ടതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേലെ ഒരല്പം നെയ്യ് കൂടെ തൂവി കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പൂടെ വിതറി വീണ്ടും ഇതേ പ്രോസസ്സ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള റൈസ് കൂടെ ചേർക്കാം.
ദമ്മ് ചെയ്തെടുത്തതിന് ശേഷം മസാല മിക്സ് ആകാതെ മുകൾ ഭാഗത്ത് നിന്ന് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. എല്ലാം മസാലയിൽ മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കുറച്ച് മല്ലിയില, നെയ്യ്. അതിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ ഫുഡ് കളർ ഉള്ളത് കൊണ്ട് റോസ് വാട്ടറിൽ ഞാനൊരല്പം ഫുഡ് കളർ യെല്ലോ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വീഡിയോയിലൊക്കെ കാണാൻ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ പൊതുവേ ബിരിയാണി ഉണ്ടാക്കുമ്പം റോസ് വാട്ടറിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യാറ്. ശേഷം നമുക്കിതിൻ്റെ പാത്രത്തിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലെ കുറച്ച് മൈദ കുഴച്ചെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. മൂടി അതിൻ്റെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് തന്നെയാണ് ദം ചെയ്യുന്നത്. ഇനി നമ്മുടെ പാത്രം അതിന് മുകളിലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഒട്ടി നിന്നിട്ടുണ്ട് മൂടി. അപ്പോൾ ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. 10 മിനിറ്റ് നേരം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് തീ ഓഫ് ചെയ്തു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഇവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. നമുക്ക് അടത്തി കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല അടിപൊളിയാണ്. ഇനി അടിയിൽ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന ഏട്ടനാണ്. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ പറയണ ഏട്ടാ. അപ്പോൾ ഇനി കഴിച്ചോ, നോക്കാമല്ലോ നമുക്ക്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. അതെ, പക്ഷെ വീഡിയോന് വേണ്ടി അവർ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയരുത്. അപ്പം എങ്ങനെയുണ്ട്? വലിയ മോശമില്ല, എന്നാൽ അത്ര നല്ല ടേസ്റ്റും ഇല്ല. മസാല ഒരു വെറൈറ്റി മസാല ഫീൽ ചെയ്യുന്നില്ലേ? വെറൈറ്റി മസാലയാണ്, പക്ഷേ എനിക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. ചിലവർക്ക് ഈ മസാല ഇഷ്ടപ്പെടും, അങ്ങനെയുള്ളവർക്ക് ഇത് നല്ല ടേസ്റ്റ് ബിരിയാണിയാണ്. എനിക്ക് മസാല ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് തോന്നാത്തത്. അപ്പോൾ കേട്ടല്ലോ, ഇതാണ് റിവ്യൂ. ഇനി ഞാനും കൂടെ കഴിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് എന്ന്, എനിക്ക് ആ മസാല ഇഷ്ടമായിനോ ഇല്ലയോ എന്ന്. അപ്പം ഞാനും ഈ ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് തോന്നിയത് ഈ നമ്മൾ കായമുളക് അരച്ചത് കാരണം അതിൻ്റെ ഒരു കുത്തലുണ്ടായിരുന്നു മസാലക്ക്. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ആ മസാല കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കുത്തൽ ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അതൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അത് മസാല കുറച്ചൊന്ന് കൂടിപ്പോയത് കാരണമാണോ ആ കുത്തൽ എന്നും അറിയില്ല. എരിവും പുളിയും ഒക്കെ പാകത്തിന് തന്നെയായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ മസാലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല ബിരിയാണിയാണ്, ഒരു വെറൈറ്റി ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു പരീക്ഷണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് രൂപ്സ്.